ഗുഡ് ഈവനിങ് ഓൾ, ദിസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നിഫ്റ്റി അതിൻ്റെ മന്ത്ലി ലോയിൽ നിന്ന് ഏകദേശം ഒരു 3000 പോയിൻറ്റിൻ്റെ അടുത്ത് റാലി രേഖപ്പെടുത്തി നിക്ഷേപകർക്ക് വളരെ വലിയ രീതിയിലുള്ള റിട്ടേൺ കൊടുത്ത ഒരു മാസമാണ് ഇത്. ഈ ഒരു മാസം നിക്ഷേപകരും ട്രേഡേഴ്സും ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്തൊരു മാസമാണ്. ഇലക്ഷനെ സംബന്ധിച്ചുള്ള വളരെ വലിയ രീതിയിലുള്ളൊരു വോളറ്റിലിറ്റി കണ്ടു, വലിയൊരു ഫോള് കണ്ടു, അതിഗംഭീര റാലി കണ്ടു. അങ്ങനെ വലിയ കാഴ്ചകൾ നമുക്ക് സമ്മാനിച്ച ഒരു മാസമാണ് ഇത്. നിക്ഷേപകരെ സംബന്ധിച്ച് വളരെ നല്ല ഒരു മാസമാണ്. ഇന്നത്തെ ഒരു മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്നാണ് അതിൻ്റെ ഏറ്റവും ഉയർന്ന എക്കാലത്തെയും ഹൈ ആയിട്ടുള്ള 24,175 എന്ന് പറയുന്ന ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തത്. പ്രധാനമായിട്ടും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയായിട്ടുള്ള റിലയൻസിൻ്റെ ടെലികോം സെക്ടറിലുള്ള ജിയോ അവരുടെ താരിഫ് വില വർധനവ് നടത്തുന്നു എന്നുള്ള ന്യൂസാണ്. ഇന്ന് നിഫ്റ്റിയിൽ റിലയൻസ് ഏകദേശം ഒരു 70 പോയിൻ്റാണ് കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ളത്. റിലയൻസ് ഏകദേശം ഒരു 2% അടുത്ത് റാലി രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് റിലയൻസ് റാലി രേഖപ്പെടുത്തുന്നു. റിലയൻസ് അതിന് 3000 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് സോണെല്ലാം തന്നെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. ഉപഭോക്താക്കളെ സംബന്ധിച്ച് ജിയോ ഉപഭോക്താക്കളെ സംബന്ധിച്ച് ഇനി 10 മുതൽ 20% വരെ റീചാർജ് പ്രൈസ് ഉയരും എന്നുള്ളത് സത്യമാണെങ്കിലും കമ്പനീനെ സംബന്ധിച്ച്, കമ്പനിയിലുള്ള നിക്ഷേപകരെ സംബന്ധിച്ച് വലിയൊരു വാർത്തയായിരുന്നു. റിലയൻസ് മാത്രമല്ല, എയർടെൽ ഉൾപ്പെടെയുള്ള മറ്റുള്ള എല്ലാ ടെലികോം കമ്പനീസും ഇവരുടെ താരിഫ് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് പ്രധാന ആക്ഷൻ ഇതായിരുന്നു. കൂടാതെ തന്നെ ഇന്ന് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിൽ കനത്ത പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു. ബാങ്ക് നിഫ്റ്റിയും ഫിനാൻഷ്യൽ നിഫ്റ്റിയും എല്ലാം തന്നെ വലിയ തോതിൽ ഇടിഞ്ഞു. 500-ലേറെ പോയിൻ്റ് ഇന്ന് ഇടിഞ്ഞ ഒരവസ്ഥയാണുള്ളത്. പക്ഷേ ആ ഒരു സമയത്തും നിഫ്റ്റി റിലയൻസിൻ്റെ ആ ഒരു സപ്പോർട്ടിൽ നിഫ്റ്റി ശക്തമായിട്ട് പൊരുതി നിന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് പരിശോധിക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഇന്നത്തെ ഓപ്പണിംഗ് 24,100 നിന്ന് 80 പോയിൻ്റ് ഉയർന്ന് 24,175 ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം 24,000 ഫോളായി. 24,000 ഫോളായതിൽ നിന്ന് 24,125, അതായത് 24,000 നിന്ന് ഒരു തവണ നിഫ്റ്റി തിരിച്ചു കയറി 125 പോയിൻ്റ് ഉയർന്ന്, എന്നാൽ വീണ്ടും അവിടെ നിന്ന് ഇടിഞ്ഞ് നിഫ്റ്റി ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ചും താഴെ പോയി. ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് 33 പോയിൻറ്റും സെൻസെക്സ് 210 പോയിൻറ്റും നിഫ്റ്റി ബാങ്ക് ഏകദേശം ഒരു 469 പോയിൻറ്റിൻ്റെ ഒരു ഫോളാണ് ഉണ്ടായിട്ടുള്ളത്. നിഫ്റ്റി ബാങ്ക് ഉൾപ്പെടെയുള്ള കമ്പനീസ് അവസാന സമയത്ത് ചെറിയ രീതിയിലുള്ള റിക്കവറി നൽകി. നിഫ്റ്റിയിൽ ഡോക്ടർ റെഡ്ഡി, ONGC, റിലയൻസ്, SBI ലൈഫ്, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയ കമ്പനീസ് 1.5 മുതൽ ഏകദേശം ഒരു 2.25% വരെയുള്ള നേട്ടം കൈവരിച്ചപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്ക്, എയർടെൽ, ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, കൊട്ടാക് മഹീന്ദ്ര തുടങ്ങിയ കമ്പനീസ് പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലാണ് ഉള്ളത്. ഗ്ലോബൽ മാർക്കറ്റിൽ ബിറ്റ്കോയിൻ 61,500, ഗോൾഡ് വീണ്ടും 2,334, ഇന്ന് $7 പെർ ഔൺസിന് ഉയർന്നു. ഏറ്റവും ടോപ്പിൽ നിന്ന് രണ്ടാമതാണ് ഗോൾഡിൻ്റെ വാല്യൂ. അതിന് താഴെ ബ്രൻ്റ് ഓയിൽ $87 ഉയർന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ONGC അല്ലെങ്കിൽ ഗെയിൽ പോലെയുള്ള സ്റ്റോക്കുകൾ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. അതിന് താഴെയുള്ളത് ഓസ്ട്രേലിയയാണ്. S&P AX 200 ഗ്രീനിലടച്ചു. ചൈന ഗ്രീനിലടച്ചു. അതിന് താഴെ കോസ്പി കൊറിയ ഗ്രീനിലടച്ചു. നിക്കി ജപ്പാൻ മാർക്കറ്റ് ഗ്രീനിലടച്ചു. അതിന് താഴെ ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ഫ്ലാറ്റാണ്. അതിന് താഴെ ഇന്ത്യ വിക്സ് 2.47% ഫോളായി 13.8. ജർമ്മൻ മാർക്കറ്റ് 123 പോയിൻ്റ് അപ്പിലാണ്. ഡാക്സ് ആണ് ജർമ്മൻ മാർക്കറ്റ്. അതിന് താഴെയുള്ളത് ഫ്രാൻസ് മാർക്കറ്റാണ്, ഫ്ലാറ്റാണ്. FTSE UK മാർക്കറ്റ് 50 പോയിൻ്റ് അപ്പിലാണ് ഉള്ളത്. ആ മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലൈൻ ഇതാണ്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷനിലേക്ക് വരികയാണെങ്കിൽ ടയർ സ്റ്റോക്കുകൾ, JK ടയർ പോലെയുള്ള കമ്പനീസ് അവരുടെ പോസിറ്റീവ് കമൻട്രി കാരണം ടയർ സ്റ്റോക്കുകൾ ഒന്ന് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഡിമാൻഡ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇന്ത്യ സിമെൻറ്റ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സിമെൻറ്റ് സ്റ്റോക്കുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത റാലിക്ക് ശേഷം ഇന്നൊരു ഫ്ലാറ്റായ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ക്രൂഡ് പ്രൈസ് വർദ്ധിക്കുന്നത് കൊണ്ട് ONGC നേട്ടം കൈവരിച്ചു. മിക്സ്ഡ് ഡേറ്റ വന്ന ഓട്ടോമൊബൈൽ സെക്ടറിൽ പോസിറ്റീവായിട്ടുള്ള കമൻട്രി ടാറ്റ മോട്ടോഴ്സ് നടത്തിയത് കൊണ്ട് ടാറ്റ മോട്ടോഴ്സ് ഇന്ന് ഓട്ടോ സെക്ടറിൽ നേട്ടം കൈവരിച്ചു. ടാറ്റ മോട്ടോഴ്സ് 2,500 കോടി രൂപയാണ് ഇവരുടെ ഇലക്ട്രിക്കൽ വാഹനത്തിൻ്റെ ഗവേഷണത്തിന് വേണ്ടിയിട്ട് കമ്പനി മുടക്കുന്നത്. കൂടാതെ തന്നെ കമ്പനിയുടെ പാസഞ്ചർ കാറും കമ്പനിയുടെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസും 2 എൻറ്റിറ്റി ആയിട്ട് ഡീമർജ് ചെയ്യുമെന്നുള്ള ന്യൂസും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടിരുന്നു. കൂടാതെ തന്നെ എയർടെൽ ചെറിയ തോതിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ നമ്മൾ നേരത്തെ കണ്ടു. ഇൻഡസ്ഇൻഡ് ബാങ്ക് ഉൾപ്പെടെയുള്ള കമ്പനീസ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. റിലയൻസ് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 21 ലക്ഷം കോടി രൂപ കവിഞ്ഞ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയായിട്ട് മാറിയിട്ടുണ്ട്.
അപ്പോൾ മാർക്കറ്റിൽ ഇന്ന് നടന്ന ഒരു കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ ഇനി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ US ഫ്യൂച്ചറുകളെല്ലാം തന്നെ പോസിറ്റീവാണ്. പ്രോഫിറ്റ് ബുക്കിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല. 2 ദിവസം അവധിയുണ്ട്. ഇന്ന് വിക്സ് ഫോളായിട്ടുണ്ട് 2%-ലേറെ. ഇന്ന് വിക്സ് ഫോളായി 13 എന്ന നിലയിലാണുള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് ഈവൻറ്റുകളെല്ലാം തന്നെ ഇനി ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കും. അതെല്ലാം തന്നെ നമുക്ക് ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് ഗ്ലോബൽ ഈവൻറ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന മാർക്കറ്റ് ഔട്ട്ലുക്ക് ആയിട്ട് നമുക്ക് എത്താം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു, വീക്കെൻഡ് നേരുന്നു. താങ്ക് യു.